Hello to all students. Welcome to Zodiac exam series discussion. This is week 17 and here we are going to discuss question number 401 to 425. Before starting the session, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടാണ് നിൽക്കുന്നത് വിശ്വസിക്കുന്നു. കോവിഡ് ഔട്ട് ബ്രേക്ക് അതിൻ്റെ പീക്ക് ഫോമിൽ നിൽക്കുകയാണ്. ആസ് പെർ ICMR സ്റ്റഡീസ് ആൻഡ് ഓൾ സൗത്ത് ഇന്ത്യ ഓൾസോ നമ്മളെ കേസിലോട് കൂടാൻ പോകുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. എല്ലാവരും സേഫായിട്ട് നിൽക്കുക. നിങ്ങളുടെ വർക്കിൽ ഇൻവോൾവ് ആകുമ്പോൾ PPEയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. OBG പീഡിയാട്രിക് ആൻഡ് OBG ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 401. ഇൻ സിമെട്രിക്കൽ IUGR വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഈസ് നോട്ട് അഫക്റ്റഡ്? നമ്മൾ IUGR അല്ലെ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, നമ്മൾ സ്മോൾ ഫോർ ഡേറ്റ് ബേബീസ്, നമ്മുടെ ടോപ്പിക്സുകളിൽ നമ്മൾ OBGയിൽ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഈ ടോപ്പിക്കെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അവിടെ അഫക്റ്റ് ചെയ്യാത്ത ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ആണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. 402. വിഷ്വൽ അക്യൂട്ടി ഓഫ് ചൈൽഡ് റീച്ചസ് സെയിം ആസ് അഡൾട്ട് അക്യൂട്ടി ബൈ ദ ഏജ് ഓഫ്? വിഷ്വൽ അക്യൂട്ടി ചൈൽഡും അഡൾട്ടും സെയിം ആവുന്നത് ഓപ്ഷൻ A 7 വയസ്സിലാണ്. ഞാൻ കഴിഞ്ഞ സീരീസ് ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു, പീഡിയാട്രിക്സിൽ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ആ മൈൽ സ്റ്റോൺസിൽ നമുക്ക് ഒത്തിരി പോയിന്റ്സ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ കൃത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. 403. The adolescent patient has symptoms of meningitis, nuchal rigidity, fever, vomiting and lethargy. The nurse knows to prepare for the following test. നമ്മൾ മെനിഞ്ചൈറ്റിസിന്റെ സൈൻസ്, നമ്മൾ ഫോട്ടോഫോബിയ, കേർണിംഗ് സൈൻ, ബ്രൂഡസിൻസ്കി സൈൻ, ദെൻ നോസിയ, വോമിറ്റിംഗ് അല്ലെ, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആയിരിക്കും, ദെൻ ഫീവർ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് സിംറ്റംസ്. നമ്മൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് LP? ലംബാർ പങ്ചറിനാണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. നമ്മൾ LP എടുക്കും. അവിടെ ഗ്ലൂക്കോസ് ലെവൽ കുറവായിരിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രഷറിന്റെ ലെവൽ എലിവേറ്റഡ് ആയിരിക്കാം. നോർമൽ വാല്യൂ എത്രയാണ്, ആ വാല്യൂസ് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. 404. When performing a physical examination on an infant, the nurse in charge notes abnormally low set ears. This finding is associated with low set ears എന്ന് പറയുന്നത് associated with renal anomalies. Option D ആണ് റൈറ്റ് ആൻസർ. Question number 405. Nurse should expect a 3-year-old child to be able to perform which action? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു 3-year-old ചൈൽഡ് ലൈക്ക് എ പ്രീ സ്കൂളർ, ടോഡലർ പ്രീ സ്കൂളർ ബോർഡറിൽ നിൽക്കുന്ന ഒരു കുട്ടി ഏതായിരിക്കണം പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ A റൈഡ് എ ട്രൈസൈക്കിൾ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 406. ഇൻക്ലൂഷൻ ഓഫ് ദി സെർവിക്കൽ കനാൽ ഇൻ ടു ദി ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ഈസ് കോൾഡ് ആസ്? നമ്മൾ OBGയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം OBG ആണ്. നമ്മൾ സെർവൈക്കൽ കനാൽ ഇൻ ടു ലോവർ യൂട്രൈൻ സെഗ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എഫൈസ്മെന്റ്. നമ്മൾ ബേസിക് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി മുതലുള്ള ടെർമിനോളജീസ് പഠിക്കുമ്പോൾ ക്യുക്കനിങ്, എഫൈസ്മെന്റ്, ദെൻ ഇൻ ലേബർ യു സ്റ്റഡി അബൌട്ട് ലൈറ്റ്നിങ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട ടേംസ് ആണ്. ഇതെല്ലാം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ടേംസ് ആണ്. സോ ഇവിടെ അറിയുക, എഫൈസ്മെന്റ് ആണ് റൈറ്റ് ആൻസർ. 407. The structure that provides nourishment to the growing fetus. ഓപ്ഷൻ C പ്ലാസന്റ ആണ് റൈറ്റ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്ലാസന്റയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് പ്ലാസന്റയുടെ ബേസിക് അനാട്ടമി ഓഫ് പ്ലാസന്റ, സർക്കുലേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. 408. കവലിയർ യൂട്രസ് ഈസ് ഫൗണ്ട് ഇൻ? റൈറ്റ് ആൻസർ അബ്രപ്ഷ്യോ പ്ലാസന്റയാണ്. നമ്മൾ നമ്മുടെ അബ്നോർമൽ ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്ലാസന്റ അക്രീറ്റ, പ്ലാസന്റ അബ്രപ്ഷ്യ, ദെൻ പ്ലാസന്റ പ്രിവിയ, അതെല്ലാം പഠിപ്പിക്കും. അവിടെ കവലിയർ യൂട്രസ് കാണുന്നത് അബ്രപ്ഷ്യോ പ്ലാസന്റയിലാണ്. 409. ആവറേജ് ലെങ്ത് ഓഫ് അംബിലിക്കൽ കോഡ്? ഓപ്ഷൻ C 50 സെന്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ അംബിലിക്കൽ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. 410. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, അതുകൊണ്ട് ആഡ് ചെയ്യണം. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി ഈസ് കോൾഡ് ആസ്? നമ്മൾ സൈൻസ് ആൻഡ് സിൻഡ്രോംസ് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 50ഓളം സൈൻസ് ആൻഡ് സിൻഡ്രോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമ്മൾ ഗൈനക്കോളജി, OBG നമുക്ക് കുറച്ചധികം സയൻസ് നമ്മൾ പഠിക്കും. യു ഹേർഡ് അബൌട്ട് ചാഡ്വിക് സൈൻ, ജാക്യുമർ സൈൻ, പിസ്കാസെക് സൈൻ, ഓസിയാൻഡർ സൈൻ, ഗുഡൽ സൈൻ, ഹേഗാർഡ് സൈൻ, അങ്ങനെ ഒത്തിരി സൈൻസ് നമ്മൾ പഠിക്കും. ഇതിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് പ്രഗ്നൻസി നമ്മൾ അതിനെ പറയുന്നതാണ് A ചാഡ്വിക് സൈൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജാക്യുമർ സൈൻ എന്നും പറയാറുണ്ട്. ചാഡ്വിക് സൈൻ ഓർ ജാക്യുമർ സൈൻ എന്ന് പറയുന്നത് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് വജൈന ഡ്യൂറിംഗ് പ്രഗ്നൻസി ആണ്. അപ്പോൾ സോഫ്റ്റനിങ് ഓഫ് സർവിക്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആണ് നമ്മൾ ഗുഡൽ സൈൻ എന്ന് പറയുന്നത്. ഹേഗാർ സൈൻ നമ്മൾ പ്രഗ്നൻസിയിൽ കാണുന്നതാണ്. ബ്ലൂയിഷ് ഡിസ്കളറേഷൻ അറൌണ്ട് ദ അംബിലിക്കൽ റീജിയൻ നമ്മൾ ഹെമറാജിക് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന കണ്ടീഷനിൽ കാണുന്നതാണ് കുള്ളൻ സൈൻ. നിങ്ങൾ ഗ്രേറ്റ് ടേണർ സൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 411. If the total amount of amniotic fluid exceeds dash, the condition is called a polyhydramnios. You studied about hydramnios, that is poly and oligohydramnios. 1500 ml
ക്രോസ് ചെയ്താലാണ് നമ്മൾ പോളിഹൈഡ്രാമിയോസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ AFI ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എത്രയാണ്, നോർമൽ ലെവൽ, ഒളിഗോ, പോളി, ഇതെല്ലാം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 412 ദ ഗോൾഡൻ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ഡ്യൂ ടു, നമ്മൾ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഗോൾഡൻ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് RH ഇൻകോമ്പാറ്റബിലിറ്റിയിൽ കാണുന്നതാണ്. RH ഇൻകോമ്പാറ്റബിലിറ്റിയിൽ കാണുന്നതാണ് ഗോൾഡൻ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ IUD ഇൻട്രായൂട്ടറിന്റെ അടുത്താണെങ്കിൽ നമ്മൾ പറയും ടൊബാക്കോ ജ്യൂസ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളേർഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഡാർക്ക് ബ്രൗൺ കളേർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ടൊബാക്കോ ജ്യൂസ് കളേർഡ് ഇതാണെങ്കിൽ IUDയിലാണെന്ന് പറയും. അപ്പൊ മെക്കോണിയം സ്റ്റെയിൻഡ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ മെക്കോണിയം സ്റ്റെയിൻഡ് നമ്മൾ ഫീറ്റൽ ഡിസ്ട്രസ്സിൽ പറയുന്നതാണ്. ദെൻ നമ്മൾ ഒരു സാഫ്രോൺ കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ, സാഫ്രോൺ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ കളർ നമ്മൾ പറയുന്നതാണ് പോസ്റ്റ് മെച്യൂരിറ്റിയിൽ നമ്മൾ പറയും അല്ലെ, പോസ്റ്റ് മെച്യൂരിറ്റിയിൽ പറയും. അതുപോലെ ഗോൾഡൻ കളർ നമ്മൾ ഏതിലാണ് പറഞ്ഞത്, നമ്മളുടെ RH ഇൻകോമ്പാറ്റബിലിറ്റിയിലാണ് പറഞ്ഞത്. അവിടെ റീസൺ എന്ന് പറയുന്നത് തന്നെ ഡ്യൂ ടു എക്സസീവ് ഹിമോലൈസിസ് ഓഫ് ഫീറ്റൽ RBC ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻക്രീസ്ഡ് ബിലിറൂബിൻ. അതാണ് ഈ ഗോൾഡൻ കളർ RH ഇൻകോമ്പാറ്റബിലിറ്റിയിൽ സംഭവിക്കുന്നത്. എക്സസീവ് ഹിമോലൈസിസ് ഓഫ് ഫീറ്റൽ RBC ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻക്രീസ്ഡ് ബിലിറൂബിൻ. ഓക്കെ. 413 ഇൻഫ്ലമേഷൻ ഓഫ് യൂട്രൈൻ ട്യൂബ്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് യൂട്രൈൻ ട്യൂബിന് പറയുന്ന പേരാണ് സാൽപിഞ്ചൈറ്റിസ്. ഓപ്ഷൻ ബി ആണ്, ഡയറക്റ്റ് ആണ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്, യൂട്രൈൻ ട്യൂബ് സാൽപിഞ്ചൈറ്റിസ്. 414 വൺ ഓഫ് ദി ആബ്സല്യൂട്ട് ഓർ പോസിറ്റീവ് സൈൻസ് ഓഫ് പ്രഗ്നൻസി ഈസ് ഡാഷ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പോസിറ്റീവ് സൈൻസ് ഓഫ് പ്രഗ്നൻസി തന്നിരിക്കുന്നതിൽ ഏതാണ്? FHS ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആണ് നമ്മൾ പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ സൈൻസ് ഓഫ് പ്രഗ്നൻസി നമുക്ക് 3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പോസിറ്റീവ് ഓർ ആബ്സല്യൂട്ട് സൈൻ. പോസിറ്റീവ് ഓർ ആബ്സല്യൂട്ട് സൈൻ ആണ് ആദ്യത്തത്. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് FHS പറയാം, ദെൻ പാൽപേഷൻ ഓഫ് ഫീറ്റൽ പാർട്സ് പറയാം, ദെൻ ഓസ്കൾട്ടേഷൻ ഓഫ് FHS, ദാറ്റ് ഈസ് FHS നമ്മൾ പറഞ്ഞു, ദെൻ അൾട്രാസൗണ്ട് എവിഡൻസ് ഓഫ് എംബ്രിയോ പറയാൻ പറ്റും, റേഡിയോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫീറ്റൽ സ്കെൽട്ടൻ, അതായത് നമ്മൾക്ക് എവിഡൻസ് പ്രകാരമുള്ളത് ഐദർ ത്രൂ FHS ഓർ ഫീറ്റൽ മൂവ്മെന്റ്സ് ഓർ അൾട്രാസോണിക് ഓർ റേഡിയോഗ്രാഫിക് ഫൈൻഡിങ്സ്. പ്രിസംറ്റീവ് സയൻസ് എന്ന് പറയുന്നത്, പ്രിസംറ്റീവ് സിംറ്റംസ് ആൻഡ് സയൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ അമനോറിയ, ഫ്രീക്വൻസി ഓഫ് മെച്ചുറേഷൻ, മോർണിംഗ് സിക്നസ്, ഫെറ്റീഗ്, ബ്രസ്റ്റ് ചേഞ്ചസ്, സ്കിൻ ചേഞ്ചസ്, ക്യുക്കനിങ് എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ പ്രിസംറ്റീവ് സയൻസ് ഓഫ് പ്രഗ്നൻസി ആണ്. ദെൻ പ്രോബബിൾ സയൻസ് ഓഫ് പ്രഗ്നൻസി ആണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രോബബിൾ സയൻസ് ഓഫ് പ്രഗ്നൻസി. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ, എക്സ്റ്റേണൽ ബലോട്ട്മെന്റ്, അബ്ഡോമിനൽ എൻലാർജ്മെന്റ്, ദെൻ ജാക്കിമേർ സൈൻ, ഗുഡൽ സൈൻ, ഓസിയാൻഡേഴ്സ് സൈൻ, ഇന്റേണൽ ബലോട്ട്മെന്റ്, ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നതെല്ലാം പ്രോബബിൾ സയൻസ് ആണ്. അപ്പം സയൻസ് ഓഫ് പ്രഗ്നൻസി 3 കാറ്റഗറി ആയിട്ട് പഠിക്കാം. പോസിറ്റീവ് സയൻസ് ഓർ ആബ്സല്യൂട്ട് സയൻസ്, പ്രിസംറ്റീവ് സയൻസ് ആൻഡ് പ്രോബബിൾ സയൻസ്. 3 സയൻസ് ആയിട്ടുള്ളത് പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് മാറി മാറി പരീക്ഷയ്ക്ക് ചോദിക്കാം. 415 വൈറ്റിഷ് ഡിസ്ചാർജ് ഫ്രം വജൈന. നമ്മൾ വൈറ്റിഷ് ഡിസ്ചാർജ് ഫ്രം വജൈന പറയുന്ന പേരാണ് ലൂക്കോറിയ എന്ന് പറയുന്നത്. നമ്മളത് പ്രഗ്നൻസിയുടെ ടൈം, പോസ്റ്റ്മോർട്ടം ടൈമിലൊക്കെ നമ്മൾ എന്ത് പറയും, ലോക്കിയ, റുബ്ര, സീറോസ, ആൽബ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റിഷ് കളറാണ്, നമ്മൾ അവിടെ പഠിക്കും. ഇത് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് വൈറ്റിഷ് ഡിസ്ചാർജ് ഫ്രം വജൈന, അത് നമ്മൾ ലൂക്കോറിയ എന്നാണ് പറയുന്നത്. 416 ഡാഷ് ഡിനോട്ട്സ് എ പ്രഗ്നൻസി സ്റ്റേറ്റ് ബോത്ത് പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ജസ്റ്റേഷൻ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ജസ്റ്റേഷൻ വെച്ചിട്ട് നമ്മളൊരു പ്രഗ്നൻസി സ്റ്റേറ്റിനെ പറയുന്നതാണ് ഗ്രാവിഡ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഗ്രാവിഡ, പാരിറ്റി, ലൈവ് ബർത്ത്, ടേം, അബോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ GPLT എഴുതാറുണ്ടല്ലോ. അതില് പ്രഗ്നൻസി സ്റ്റേറ്റ് നമ്മൾ പറയുന്നതാണ് ഗ്രാവിഡ എന്ന് പറയുന്നത്. 417 വിച്ച് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് ഇജക്ഷൻ. നമ്മൾ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് നമ്മുടെ പോസ്റ്റീരിയർ പെറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിൽ നിന്നും പോസ്റ്റീരിയർ പെറ്റ്യൂട്ടറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സെക്രറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്സിറ്റോസിൻ. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? പ്രോലാക്റ്റിൻ ആണ്. ഓക്കെ. 418 ഇമ്പോർട്ടൻറ്റ് സിംറ്റം ഓഫ് പ്ലസന്റ പ്രീവിയ. നമ്മൾ പ്ലസന്റ പ്രീവിയ മുന്നേ പറഞ്ഞു, ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസീസ് കണ്ടീഷൻ ആണ് പഠിക്കാനുള്ളത്. സോ പ്ലസന്റ പ്രീവിയയുടെ ഇമ്പോർട്ടൻറ്റ് സൈൻ എന്ന് പറയുന്നത് തന്നെ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ്. സോ ഒരു ടേം അല്ലെങ്കിൽ ഒരു pregnant lady which is presenting with vaginal bleeding which is painless, rule out placenta previa. 419 total iron requirement of pregnancy. നമ്മൾ iron requirement during the time of pregnancy എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റിക്വയർമെന്റ് ഓഫ് അയൺ, കാൽഷ്യം, ഫോളിക് ആസിഡ് ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമൽ എത്രയാണ്, പ്രഗ്നൻസിയിൽ എത്രയാണ്, ലാക്ടേഷൻ എത്രയാണ്, ഇങ്ങനെ കോളം വരച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ പ്രഗ്നൻസിയിൽ നമുക്ക് 1000 മില്ലിഗ്രാം ആണ് നമുക്ക് വേണ്ടത്. 420 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്യൂച്ചർ ലൈസ് ഇൻ ബിറ്റ്വീൻ ദ പാരറ്റൽ ബോൺസ് ഓഫ് ദ സ്കൾ.
സോ പരറ്റൽ ബോൺസ് ഓഫ് ദ സ്കൾ നമ്മൾ സ്യൂച്ചേഴ്സ് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫൈബ്രോ സ്യൂച്ചർ എന്ന് പറയുന്ന നമ്മുടെ ജോയിൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മുടെ സ്യൂച്ചേഴ്സിൽ നമ്മൾ പല ടൈപ്പ് സ്യൂച്ചേഴ്സുകൾ കേട്ടിട്ടുണ്ടാവും. മെറ്റോപിക്, കൊറോണൽ, സജിറ്റൽ, ലാംഡോയിഡ്, സ്കോമോസൽ, അങ്ങനെ പല ടൈപ്പ് സ്യൂച്ചർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്യൂച്ചർ ലൈസ് ബിറ്റ്വീൻ പരറ്റൽ ബോൺസ് ഓഫ് ദി സ്കൾ? സി സജിറ്റൽ സ്യൂച്ചർ ആണ് റൈറ്റ് ആൻസർ. നമ്മളിവിടെ ഫ്രോണ്ടൽ ബോൺ ഇവിടെ കാണുന്നതാണ് മെറ്റോപിക് സ്യൂച്ചർ. ഫ്രോണ്ടലും പരറ്റലും തമ്മിൽ കാണുന്നതാണ് കൊറോണൽ സ്യൂച്ചർ. രണ്ട് പരറ്റൽ ബോൺ തമ്മിൽ കാണുന്നതാണ് സജിറ്റൽ സ്യൂച്ചർ. ഇവിടെ ഓക്സിപിറ്റൽ ബോണുമായിട്ട് കാണുന്നതാണ് ലാംഡോയിഡ് സ്യൂച്ചർ. പരറ്റലും ടെമ്പറലൂടെ കാണുന്നതാണ് സ്കോമോസൽ സ്യൂച്ചർ. അങ്ങനെ ഓരോന്നിന്റെ പേര് ഓർമ്മിച്ചിരിക്കണം. മെറ്റോപിക്, കൊറോണൽ, സജിറ്റൽ, ലാംഡോയിഡ് ആൻഡ് സ്കോമോസൽ സ്യൂച്ചർ. അവിടെ തന്നെ ആന്റീരിയർ പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ, ലാംഡ, ബ്രഗ്മ, ലാംഡ എപ്പോൾ ക്ലോസ് ചെയ്യും, എപ്പോഴാണ് അതിന്റെ സൈസ് എന്തൊക്കെയാണ്, ഷേപ്പ് എന്തൊക്കെയാണ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്, അറിഞ്ഞിരിക്കണം. 421 യൂഷ്വൽ ലെങ്ത് ഓഫ് എപ്പിസിയോട്ടമി ഡയറക്റ്റ് ചോദ്യമാണ്. 2.5 സെന്റിമീറ്റേഴ്സ് ആണ് റൈറ്റ് ആൻസർ. 422 ഹെൽപ്പ് സിൻഡ്രോം കംപ്രൈസസ് ഓഫ് ഓൾ ദി ഫോളോയിങ് എക്സെപ്റ്റ്. ഈ ഹെൽപ്പ് സിൻഡ്രോം എന്താണ്? നമ്മൾ പ്രീ എക്ലാംസിയയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീമോലൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈംസ് ആൻഡ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അല്ലേ? ഇതാണ് HELL പ്ലേറ്റ്ലെറ്റിന്റെ P ഹെൽപ്പ് സിൻഡ്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഹെൽപ്പ് സിൻഡ്രോം എല്ലാം ഉണ്ട്, ഇതിനകത്ത് ഏതാണ് ഇല്ലാത്തത് എന്നുള്ളതാണ്. സോ 422 റൈറ്റ് ആൻസർ ഡി, ലോ പ്രോട്ടീൻ കൗണ്ട് ആണ്. അത് വരുന്നില്ല. കാര്യം ഹീമോലൈസിസ് ഉണ്ട്, എലിവേറ്റഡ് ലിവർ എൻസൈം ഉണ്ട്, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ട്. എന്തില്ല? ലോ പ്രോട്ടീൻ കൗണ്ട് ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ചിരിക്കണം. നമ്മൾ പ്രീ എക്ലാംസിയ, ദെൻ അവിടെ നിന്ന് എക്ലാംസിയ എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. 423 the diameter of the fetal skull that presents at the vulva during normal labor. So right answer option A, suboccipitobregmatic ആണ്. ഞാൻ ഇത്ര പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, suboccipitobregmatic. കാരണം ഫീറ്റൽ സ്കൾ ഡയമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. suboccipitobregmatic, suboccipitofrontal, occipitobregmatic, mendovertic, അങ്ങനെ ഒരുപാട് ഡയമീറ്റേഴ്സും അതിന്റെ ഡയമെൻഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്ന ഡയമീറ്റേഴ്സ്, ഇതെല്ലാം ഒരു OBG ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് സീംസ് ടു ബി വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ 423 A ആണ് റൈറ്റ് ആൻസർ. 424 the immunoglobulin that can cross placenta, സ്പെല്ലിംഗ് എറർ ഉണ്ട്, which can cross the human placenta is dash. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല ടൈപ്പ് പഠിക്കും അല്ലെ? ഇമ്മ്യൂണോഗ്ലോബുലിൻ IgG, A, D, E, M എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനും വിച്ച് ക്യാൻ ക്രോസ് പ്ലാസന്റയും IgG ആണ്. സെക്രീഷൻസിലും കൊളസ്ട്രോത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന IgA ആണ്. ട്രേസ് എമൗണ്ടിൽ കാണുന്ന IgD ആണ്. വിച്ച് മീഡിയേറ്റ്സ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസിനെല്ലാം മീഡിയേറ്റ് ചെയ്യുന്ന IgE ആണ്. ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgM ആണ്. സോ ഇവിടുത്തെ ആൻസർ ചോദ്യം എന്തായിരുന്നു? ഹ്യൂമൻ പ്ലാസന്റ ക്രോസ് ചെയ്യുന്നത് IgG, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 425 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർമനന്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഫാമിലി പ്ലാനിങ് ഡീറ്റെയിൽ ആയിട്ട് OBGയിലും കമ്മ്യൂണിറ്റിയിലും പഠിക്കും. അവിടെ പെർമനന്റ് ആൻഡ് ടെമ്പററി മെത്തേഡ്സ് പഠിക്കും. നമ്മൾ ഡിഫറെന്റ് ബാരിയർ മെത്തേഡ്സ് അല്ലെ, ഫിസിക്കൽ മെത്തേഡ്സ്, കോപ്പർട്ടി, ഡയഫ്രം, കോണ്ടംസ്, വജനൽ സ്പോഞ്ചസ്, ലിപ്പീസ് ലൂപ്പ്, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്നതെല്ലാം ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം അതിൽ വരുന്നുണ്ട്. അതിനകത്ത് വരാത്ത പെർമനന്റ് മെത്തേഡ് അതാണ് ട്യൂബക്ടമി, വാസക്ടമി ഒക്കെ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ട്യൂബക്ടമി സ്ത്രീകളിൽ, വാസക്ടമി മെയിൽസിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഫാമിലി പ്ലാനിങ് നമുക്ക് പല എക്സാംസിന് ചോദ്യങ്ങളുണ്ട്. ഹോർമോണൽ കോൺട്രാസെപ്റ്റീവിന്റെ ബേസിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലിപ്പീസ് ലൂപ്പ് അല്ലെങ്കിൽ കോപ്പറിന്റെ ഏത് ഇതാണ് കോപ്പർട്ടി 380A അല്ലെങ്കിൽ ഏത് ആണ് കറന്റ് യൂസ് ചെയ്യുന്ന കോപ്പർട്ടി എന്നുള്ള ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിലും വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീക്കിലെ ഡിസ്കഷൻ, 17th വീക്ക്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലൈക്ക് നമ്മുടെ CRPF എക്സാംസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, സ്റ്റാഫ് നഴ്സ്, സോഡിക് അക്കാഡമി അതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലെ കുട്ടികൾ നമ്മളെ സെന്ററിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എനിവൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ക്യാൻ ജോയിൻ ടു അവർ ന്യൂ ബാച്ചസ് ലൈക്ക് in CRPF batch, or you can join in our സ്റ്റാഫ് നഴ്സ് DHS ബാച്ച്, ഓർ ജസ്റ്റ് നമ്മൾ ഒരു പ്ലാനോട് ചെയ്ത് ഇപ്പം കറന്റ് MSc നഴ്സിംഗ് എൻട്രൻസ് വരാൻ പോകുന്നുണ്ട് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ലൈക്ക് ഇൻ നമ്മുടെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ലൈക്ക് ഇൻ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെല്ലാം വിളിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 30 മണിക്കൂറിന്റെ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സ്റ്റാറ്റ്,
Then on theories, evidence-based practice, and a few vital points, ഒരു MSc പെർസ്പെക്റ്റീവിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 30 മണിക്കൂറിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസിൽ വിളിച്ച് ജോയിൻ ചെയ്യാം. അതിൻ്റെ ക്ലാസ് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ വരുന്ന സമയം 26th സ്റ്റാർട്ട് ചെയ്യും ഓറിയന്റേഷൻ ക്ലാസ്, ആൻഡ് സബ്സിക്വൻ്റ്ലി you can join to the batch. So these are the plans Saurabh Academy is currently going on. Those who are interested, you can join here. Thank you so much.